ദ എലമെന്റ്സ് ഓഫ് നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദക്ഷിണാമേരിക്കൻ രാജ്യമായ ബ്രസീലിൻ്റെ ഒരു ദ്വീപിനെ കുറിച്ചാണ്. ബ്രസീലിൻ്റെ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ഇൽഹാണ്ട ക്യൂമാണ്ട ഗ്രാൻഡെ അഥവാ സ്നേക്ക് ഐലൻഡ്. ബ്രസീലിൻ്റെ സാവോ പോളോയുടെ തീരത്ത് നിന്നും ഏകദേശം 21 മൈൽ അകലെയാണ് ഈ ദ്വീപ്. സമുദ്രനിരപ്പിൽ നിന്നും 676 അടിയാണ് സ്നേക്ക് ഐലൻഡിൻ്റെ ഉയരം. 110 ഏക്കർ വിസ്തൃതിയാണ് ഇതിനുള്ളത്. ഈ ദ്വീപിന് ഇൽഹാണ്ട ക്യൂമാണ്ട ഗ്രാൻഡെ എന്ന് പേര് വരാനുള്ള കാരണം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ദ്വീപിൽ കൃഷി വ്യാപകമാക്കാനായി അവിടെയുള്ള മരങ്ങളും ചെടികളും എല്ലാം നശിപ്പിച്ചിരുന്നു. കാട്ടുതീയിട്ടാണ് ദ്വീപ് വൃത്തിയാക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഈ പദ്ധതി പൂർത്തിയായില്ലെന്ന് മാത്രമല്ല, ദ്വീപിൽ ഒളിച്ചിരിക്കുന്ന അപകടം മനസ്സിലാക്കിയതോടെ ആരും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതായി. അങ്ങനെയാണ് ദ്വീപിന് ഇങ്ങനൊരു പേര് ലഭിക്കുന്നത്. പോർച്ചുഗീസ് ഭാഷയിൽ ക്യൂമാണ്ട എന്ന വാക്കിൻ്റെ അർത്ഥം കരിഞ്ഞു എന്നാണ്. സാവോ പോളോ നഗരത്തിൽ നിന്നും 33 കിലോമീറ്റർ ദൂരം ഈ ദ്വീപിലേക്കുള്ളൂ. സഞ്ചാരികൾക്ക് പോലും ദ്വീപിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. കാരണം കാലുകുത്തിയാൽ ഓരോ ചവിട്ടടിയിലും ഉഗ്രവിഷമുള്ള പാമ്പുകൾ കാലിനടിയിൽ പുളയും. അതും ലോകത്തിലെ തന്നെ ഉഗ്രവിഷമുള്ള പാമ്പുകൾ. ഓരോ ചതുരശ്ര മീറ്ററിലും 2 മുതൽ 5 വരെ പാമ്പുകൾ ഉണ്ടെന്നാണ് കണക്ക്. ലോകത്തിലെ തന്നെ മാരകവിഷമുള്ള കുന്തത്തലനുൾപ്പെടെ 4 ലക്ഷത്തോളം പാമ്പുകളാണ് ഈ ദ്വീപിലുള്ളത്. ഒരു മനുഷ്യൻ ദ്വീപിൽ അകപ്പെട്ടാൽ പാമ്പുകടി ഏൽക്കാതിരിക്കുക അസാധ്യമായ കാര്യം. ഒരു കാലത്ത് ജനവാസമുണ്ടായിരുന്ന ദ്വീപ്. മനുഷ്യ സാന്നിധ്യം കുറഞ്ഞതോടെ പാമ്പുകൾ കൂടി വന്നു. പിന്നീട് ഈ പ്രദേശം വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപായി മാറി. ദ്വീപിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ വന്നതോടെ ആ പ്രദേശവുമായി പാമ്പുകൾക്ക് ഇണങ്ങിച്ചേരേണ്ടി വന്നു. അതോടെ പാമ്പുകളുടെ എണ്ണവും ഇരട്ടിയായി. ലോകത്തിലെ തന്നെ ഉഗ്രവിഷമുള്ള പാമ്പുകളിലൊന്നായ കുന്തത്തലയൻ സ്വർണ്ണാനിലി പാമ്പിൻ്റെ വിഹാര കേന്ദ്രമാണ് ഈ ദ്വീപ്. സാധാരണ വിഷപ്പാമ്പുകളുടെ വിഷത്തേക്കാൾ 6 മടങ്ങ് വിഷമാണ് ഈ പാമ്പിൻ്റെ വിഷത്തിന്. ഇവയുടെ കടിയേറ്റ ഭാഗത്തെ മാംസം അലിഞ്ഞു പോകുമെന്നും പറയപ്പെടുന്നു. പക്ഷികളാണ് കുന്തത്തലയൻ്റെ പ്രധാന ഭക്ഷണം. ദ്വീപിൽ ഏകദേശം 2000 മുതൽ 4000 വരെ കുന്തത്തലയൻ അണലികൾ ഉണ്ടെന്നാണ് കണക്കുകൾ. അതുകൊണ്ട് തന്നെ സർക്കാർ തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമാണ് പ്രവേശനം. ദ്വീപിലെ ലൈറ്റ് ഹൗസിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി ബ്രസീലിലെ നാവികസേന ഉദ്യോഗസ്ഥർക്കും സർക്കാരിൻ്റെ അനുമതിയോടെ പാമ്പ് ഗവേഷകർക്കും മാത്രമാണ് ഇവിടേക്ക് പ്രവേശനം. പാമ്പുകളെ കൂടാതെ ധാരാളം ചെറിയ ജീവികളും പക്ഷികളും ഈ ദ്വീപിലുണ്ട്. കണക്കുകൾ പ്രകാരം 41 വ്യത്യസ്ത തരം പക്ഷികളാണ് ഈ ദ്വീപിലുള്ളത്. പൊതുജനങ്ങൾക്കും സഞ്ചാരികൾക്കുമെല്ലാം ഇവിടേക്കുള്ള പ്രവേശനം ബ്രസീലിയൻ ഗവൺമെൻറ് കർശനമായി നിരോധിച്ചിട്ടുണ്ട്.